നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് ക്രിമിനൽ പോലീസ് സംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഈ ക്രിമിനൽ പോലീസ് സംഘം? ക്രിമിനൽ പോലീസ് സംഘം എന്ന് അതാരാണെന്ന് ചോദിക്കുമ്പോൾ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥ എന്ന് ദിലീപ് എടുത്തു പറയുന്നുണ്ട്. ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥ ആരാണ് എന്ന് അറിയില്ല. പോലീസിൽ അങ്ങനെ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥ എന്നൊരു തസ്തിക ഉണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ക്രിമിനൽ മനസ്സോടെ തന്നെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ദിലീപ് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉത്തരം കിട്ടും. അതിൻ്റെ ഉത്തരം ബി സന്ധ്യ IPS എന്നാണ്. ബി സന്ധ്യ അന്ന് ADGP ആണ്, സൗത്ത് സോൺ ചുമതലയുള്ള ADGP. അവരായിരുന്നു ഈ കേസന്വേഷണത്തിൻ്റെ ചുമതല. IG ദിനേന്ദ്ര കാശ്യപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ചെങ്കിലും ഈ അന്വേഷണം ആകെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് അന്നത്തെ ADGP ബി സന്ധ്യയാണ്. സന്ധ്യയെക്കുറിച്ച് ഈ കേസിൻ്റെ വിചാരണ വേളയിൽ അതീവ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ പ്രതിഭാഗം അഡ്വക്കേറ്റ് രാമൻപിള്ള ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള നിയമസംഘം ബി സന്ധ്യ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ എന്തൊക്കെ അവിഹിത മാർഗങ്ങൾ ഈ കേസിൽ ദിലീപിനെതിരെ സ്വീകരിച്ചു, വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് അക്കമിട്ട് കോടതി മുമ്പാകെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ടോയെന്നറിയില്ല. ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ പ്രോസിക്യൂഷൻ്റെ വാദത്തിനെതിരെ പ്രതിഭാഗം പറഞ്ഞിട്ടുള്ള വാദമൊക്കെ ഈ കേസിൻ്റെ രേഖയുടെ ഭാഗമാണ്, പബ്ലിക് ഡോക്യുമെൻ്റാണ്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഏതായാലും ബി സന്ധ്യയ്ക്ക് നേരെയാണ് ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥ എന്ന് ദിലീപ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ IG ദിനേന്ദ്ര കാശ്യപാണ് അന്വേഷിച്ചതെങ്കിലും എല്ലാ കാര്യത്തിലും നേരിട്ട് ADGP സൗത്ത് സോൺ ചുമതലയുണ്ടായിരുന്ന ബി സന്ധ്യ ഇടപെട്ടിരുന്നു. ബി സന്ധ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ കവിതയൊക്കെ എഴുതുന്നവരാണ്. പിന്നെ ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. അവർ 2023 മെയ് 31 വിരമിച്ചു. ഫയർഫോഴ്സിൻ്റെ DGP ചുമതലയിൽ നിന്നാണ് വിരമിച്ചത്. ഫയർഫോഴ്സിന് അവർ അവസാനം അവർക്ക് ലോ ആൻഡ് ഓർഡർ കിട്ടിയില്ല. കാരണം ഈ പറഞ്ഞു കേൾക്കുന്നത് പോലീസിൽ തന്നെ പറയുന്ന അവരുടെ പല ഇൻവെസ്റ്റിഗേഷനും ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കോടതിയിൽ കേസുകൾ വിചാരണയ്ക്ക് വരുമ്പോൾ കേസ് ജയിക്കാൻ വേണ്ടി കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള അലിഗേഷൻ പലപ്പോഴും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വനിതാ IPS ഓഫീസറായിരുന്നു ബി സന്ധ്യ. അപ്പോൾ നമ്മളൊക്കെ കേരള പോലീസിലെ വനിതാ DGPമാരായിരുന്ന 2 പേരുണ്ട്. ഒന്ന് ബി സന്ധ്യ, ഒന്ന് R ശ്രീലേഖ. ശ്രീലേഖ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും, ശ്രീലേഖ ജയിൽ DGP ആയിരുന്ന സമയത്ത് ഒരു തവണ ജയിലിൽ പോകുമ്പോൾ വെറും തറയിൽ ദിലീപ് കിടക്കുന്നു. വെറും തറയിൽ ദിലീപ് കിടക്കുന്ന കണ്ടിട്ട് ദിലീപിന് കിടക്കയും ഒക്കെ കൊടുക്കണമെന്ന് ഉത്തരവിട്ടു എന്ന് ശ്രീലേഖ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഒരു പ്രതിക്ക് ബലാത്സംഗ കേസിൽ, അതും കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത ശ്രീലേഖയ്ക്കെതിരെ വലിയ ആക്ഷേപം ഉയർന്നു. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ശ്രീലേഖയും പോലീസിലുണ്ട്, സന്ധ്യയും പോലീസിലുണ്ട്. 2 പേർക്കും വിവരങ്ങൾ കിട്ടാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ദിലീപ് എങ്ങനെ ഈ കേസിൽ കൃത്രിമമായി പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ള ബോധ്യം ശ്രീലേഖയ്ക്കുള്ളതുകൊണ്ട് നിരപരാധിയായ ഒരു മനുഷ്യൻ, ഇപ്പോൾ പാലത്തായി കേസിൽ വ്യാജ തെളിവുകളുണ്ടാക്കി അന്വേഷണം നടത്തിയ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയ കേസിൽ ക്രൈംബ്രാഞ്ച്, ലോക്കൽ പോലീസ് എല്ലാം വ്യാജ കേസെന്ന് കണ്ടെത്തിയ കേസിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ജയിലിൽ കിടക്കുക. അതിന് ആ കേസന്വേഷിച്ച DYSP അബ്ദുൾ റഹീം അബ്ദുൾ റഹീം തോറ്റാണ്. അദ്ദേഹം 2 തവണ പരസ്യമായി ഈ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു കള്ളക്കേസാണ്, ഈ അധ്യാപകനെ നിരപരാധിയാണെന്ന് കേസിലെ വിധി വന്നതിന് ശേഷം ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരള പോലീസിൽ ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കി ചില ഉദ്യോഗസ്ഥർക്ക് ആളാവാൻ വേണ്ടി ഉണ്ടോ, ഞാൻ വലിയ നീതിയുടെ കാവൽഭടനാണ്, ഞാൻ മനുഷ്യാവകാശം രക്ഷിക്കുന്ന ആളാണെന്ന് പേരുണ്ടാക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ ചില ഉടായ്പ പണി കാണിക്കും. ചില ആളുകളെ, ചില സുഡാപ്പികളെ സഹായിക്കാൻ, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ സഖാക്കന്മാർ പറയുമ്പോൾ മറുത്തൊരക്ഷരം പറയാതെ അക്ഷരം പ്രതി കേൾക്കുന്ന ചില പോലീസ് ഓഫീസർമാർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്കാണ് ശ്രീലേഖ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം അന്ന് ദിലീപിന് കിടക്കയൊക്കെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് ആദ്യം തൻ്റെ മാധ്യമങ്ങളുടെ സംഭാഷണം, മഞ്ജു വാര്യർ ഇങ്ങനെ ഒരു കാര്യം, തൻ്റെ ഭാര്യയാണ്, തൻ്റെ കുട്ടിയുടെ അമ്മയാണ്, അവരിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടാക്കിയെടുത്ത് തന്നെ ഇതിൽ കുരുക്കിയതെന്ന് ദിലീപ് പറയുന്നു. അപ്പോൾ മഞ്ജു വാര്യർ അടക്കമുള്ള സിനിമാ മേഖലയിലുള്ള ആളുകളോടൊക്കെ വലിയ അടുപ്പം ഉണ്ടായിരുന്ന ഒരു ഓഫീസറാണ് ബി സന്ധ്യ എന്നുള്ള അലിഗേഷൻ പ്രതിഭാഗം പ്രോസിക്യൂഷൻ്റെ വാദത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും അത്തരം രേഖകൾ ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും അതിനുശേഷം സന്ധ്യയാണ്
ദിലീപിനെ 11 മണിക്കൂറോളം ആലുവ ഗസ്റ്റ് ഹൗസിൽ ചോദ്യം ചെയ്ത് ദിലീപിൻ്റെ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് സന്ധ്യയാണ്. ഇപ്പോൾ കോടതി വിധി വന്ന ഉടനെ സന്ധ്യയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഈ വിധി അന്തിമമല്ല, നിരാശപ്പെടുത്തി കോടതി വിധി, നീതിക്കായുള്ള പോരാട്ടം തീർന്നിട്ടില്ല, അപ്പീൽ പോകും. അപ്പീൽ പോകുമെന്ന് പറയാൻ ബി സന്ധ്യ ആരാ? ബി സന്ധ്യ ഇപ്പോൾ സർവീസിലില്ല. അപ്പീൽ പോകുമെന്ന് പറയേണ്ട പ്രോസിക്യൂഷനാണ്, സ്റ്റേറ്റാണ് പറയേണ്ടത്. അപ്പീൽ പോകണം, ഒരു സംശയമില്ല. അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് അപ്പീൽ പോകട്ടെ. പക്ഷേ അത് പറയാൻ റിട്ടയർഡ് പോലീസ് ഓഫീസർ അപ്പീൽ പോകുമെന്ന് പറയാൻ ഇപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അപ്പീൽ നൽകുന്ന ഏതെങ്കിലും ഭാഗത്തിൻ്റെ, കാരണം ഈ കേസിലെ സാക്ഷിയാണ് സന്ധ്യ. അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ബി സന്ധ്യയെ ഒരു പക്ഷേ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും, എനിക്കറിയില്ല, സാക്ഷിപ്പെട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഒരു സാക്ഷിയായിരുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഒരു ഉദ്യോഗസ്ഥ എന്നതിൽ അപ്പീൽ പോവേണ്ടതാണ് എന്ന് പറയാം. അല്ല, അപ്പീൽ പോകും എന്ന് പറയാൻ ബി സന്ധ്യ ആരാ? വാട്ട് ഈസ് ഹർ അതോറിറ്റി? ഒരു അതോറിറ്റി ഇല്ല. അപ്പീൽ പോകണം, സർക്കാർ അപ്പീലിന് പോകണം എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, പെർഫെക്റ്റ്, അതാണല്ലോ. ഏതായാലും ഇപ്പം നമ്മൾ കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ കേസ് അവസാനിക്കുകയല്ല. ഇപ്പം പ്രോസിക്യൂഷൻ എന്തായാലും അപ്പീൽ പോവും, ഹൈക്കോടതി പോവും, സുപ്രീം കോടതി പോവും. കാലം ഒത്തിരി എടുക്കും, കാലം ഒരുപാടെടുക്കും. കാരണം ദിലീപിൻ്റെ 8 വർഷം നിങ്ങളെല്ലാം കൂടെ കളഞ്ഞു. ദിലീപിനെ ഈ കേസിൽ പ്രതിയാക്കണമെന്നുള്ള വാശി പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വിവാദം ഉണ്ടാക്കുന്ന ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞു, ഇന്ദു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആലുവാപ്പുഴയിൽ വീണു മരിച്ച കേസ് 2011 ഏപ്രിൽ 24-നാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിൻ, അതിൽ കോഴിക്കോട് NIT-യിൽ പഠിക്കുന്ന ഇന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയും അവരുടെ കാമുകൻ NIT-യിൽ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു സുഭാഷും കൂടെ യാത്ര ചെയ്യുന്നു. ആ പെൺകുട്ടി ആലുവാപ്പുഴയിൽ ചാടി മരിക്കുന്നു. ബന്ധുക്കൾ പരാതി കൊടുക്കുന്നു, കേസ് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ IG ബി സന്ധ്യയാണ്. അന്വേഷിച്ച് കഴിഞ്ഞിട്ട് സുഭാഷിനെ പ്രതിയാക്കുന്നു. സുഭാഷ് ഓടുന്ന ട്രെയിനിൽ നിന്ന് പാതിരാ കഴിഞ്ഞുള്ള സമയത്ത് ഇന്ദുവിനെ പുഴയിലേക്ക് തള്ളി ഇട്ട് കൊന്നു എന്നാണ് കേസ്. പക്ഷേ അതിന് സാക്ഷി എന്ന് പറയുന്ന പുഴയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വള്ളക്കാരനാണ്. അതിവേഗത്തിൽ പാലത്തിലൊപ്പം ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീഴുന്നത് കാണാം, അല്ലേ? പക്ഷേ ഇനി അവിടെ ഒരാൾ തള്ളിയിട്ടാലും വീടുന്ന കാണാം. പക്ഷേ ആ തള്ളിയിട്ട ആളുടെ മുഖം എങ്ങനെ വള്ളത്തിലിരിക്കുന്ന മീൻപിടുത്തക്കാരൻ ഐഡൻറ്റിഫൈ ചെയ്യും, തിരിച്ചറിയും? അങ്ങനെ മീൻപിടുത്തക്കാരനെ ഞാൻ മനസ്സിലാക്കിയത്, ആ മീൻപിടുത്തക്കാരൻ്റെ സാക്ഷിമൊഴിയുടെ കൂടെ അടിസ്ഥാനത്തിൽ സുഭാഷിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കേസ്. ദിലീപിൻ്റെ കേസ് ഏതാണ്ട് അതുപോലെയാണെന്ന് ദിലീപ് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇപ്പോൾ സുഭാഷ് ഇപ്പോൾ വീണ്ടും NIT-യിൽ ജോലി പ്രവേശിച്ചെന്നറിയില്ല. സുഭാഷും ഒരുപാട് ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ ദിലീപിനെ ഇതിനകത്ത് കുരുക്കണം എന്നുള്ള വാശിയുണ്ടായിരുന്നു. ക്രിമിനൽ പോലീസ് സംഘം എന്ന് മാത്രമല്ല ദിലീപ് പറയും, ക്രിമിനൽ മാധ്യമ സംഘം, ക്രിമിനൽ മനോഭാവത്തോടെ ചില ജേർണലിസ്റ്റുകൾ. ശരിയാണ്, ദിലീപിനെ ഇതിനകത്ത് ദിലീപ് ഇനി പുറത്ത് വരരുത് എന്ന് നിരന്തരം അന്തിച്ചർച്ചകൾ നടത്തി നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ആർക്കോ വേണ്ടി, അപ്പോൾ നികേഷ് കുമാറിൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇസ്ലാമിക ശക്തികൾ അന്ന് ഫണ്ട് ചെയ്തിരുന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്, അല്ലേ? ഓർക്കുന്നില്ലേ? പോപ്പുലർ ഫണ്ടോ SDP-യോ ആരോ മറ്റോ അന്നത്തെ റിപ്പോർട്ടർ TV-ക്ക് പണം കൊടുത്തിരുന്നു എന്നൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ മലയാള സിനിമയിലെ സമസ്ത മേഖലകളും കൈയടക്കി വെച്ചിരുന്ന ദിലീപ് എന്ന നടനെ അസ്തമിപ്പിക്കാൻ വേണ്ടി, ഒരു പൊതുജന വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാധ്യമങ്ങളെ നിരന്തരം ചില ശക്തികൾ ഉപയോഗപ്പെടുത്തി എന്ന് കരുതുന്നതിൽ എന്താ തെറ്റ്? ഏതായാലും ഇപ്പം ഈ പേര് ദിലീപ് പറഞ്ഞില്ലെങ്കിലും നമുക്ക് കേസ് പരിശോധിക്കുന്ന ആർക്കും കാണാം, അന്ന് ഒരു വനിതാ പോലീസ് ഓഫീസർ എന്ന് എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് ആ സംഘത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉയർന്ന വേറെ വനിതകളൊക്കെ ഉണ്ടാവുന്നിരിക്കാം, ഉന്നത വനിതാ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അത് ബി സന്ധ്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ദിലീപ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് 2 പേരെ, ഒന്ന് മഞ്ജു വാര്യർ, രണ്ടാമത് ബി സന്ധ്യയെ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ ടാർഗറ്റ് ചെയ്തതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട 8 വർഷം തൻ്റെ പ്രൊഫഷനിൽ നിന്ന് ഔട്ടാക്കി, തൻ്റെ ആ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന തൻ്റെ ഹോൾഡ് ഇല്ലാണ്ടാക്കി. എത്ര കോടി രൂപയുടെ നഷ്ടം ദിലീപിനുണ്ടായിട്ടുണ്ടാകും. അതുപോലെ മലയാള സിനിമയ്ക്ക് ഒരു ഷുവർ ബെറ്റായിരുന്നു ദിലീപ്, അല്ല? ദിലീപിൻ്റെ സിനിമകൾക്ക് പണം മുടക്കിയാൽ പണം തിരിച്ചു കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ കഴിയുമാറ് നടത്തിയ ശ്രമങ്ങൾ, ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന ഇപ്പോൾ ആര് ദിലീപ് നടത്തിയോ അതോ ഈ മാഡം എന്ന്, ഇതൊരു മാഡത്തെക്കുറിച്ച് ഇതിനകത്ത് ആരാണ് ഈ മാഡം എന്നറിയില്ല. മാഡം ഇപ്പോൾ ഞാൻ സംശയിക്കുന്ന ഒരു മാഡമല്ല, 2 മാഡം ഉണ്ടെന്നാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, ഒന്നല്ല മാഡം 2 ഉണ്ട്. 2 മാഡത്തിൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാൻ വയ്യ. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തെളിവില്ല, അവർ എനിക്കെതിരെ കേസ് കൊടുക്കും. പക്ഷേ 2 മാഡം ഉണ്ടെന്ന് എനിക്കറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്കും അറിയാം, ഈ കേസിൽ കളിച്ച 2 മാഡമുണ്ട്. മാഡന്മാർ എന്ന് പറയാമോ? അപ്പോൾ 2 മഹതികൾ ഇതിൽ ദിലീപിനെ കുരുക്കാൻ വളരെ സമർത്ഥമായി
കളിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് പേർക്കറിയാം. അതിലേക്കാണ് ദിലീപിൻ്റെ വർത്തമാനം വരുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ, ക്രിമിനൽ സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകർ, ആരുടെയൊക്കെ അച്ചാരം വാങ്ങി പ്രവർത്തിച്ചവർ. ദിലീപിനെ ഫിനിഷ് ചെയ്യുക എന്നൊരു ആവശ്യം അവർക്കുണ്ടായിരുന്നു. ദിലീപിനെ ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവുന്നത് മലയാള സിനിമയെ തങ്ങളുടെ കരാള നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വലിയ സാമ്പത്തിക ശക്തിയുടെ പിൻബലവും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാൽ അറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഒരു നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.